പീച്ചി ഡാം റിസർവോയറിൽ വീണ അപകടത്തിൽ മരണം രണ്ടായി. പട്ടിക്കാട് സ്വദേശിനികളായ അലീന, ആൻഡ് ഗ്രേസ് എന്നിവരാണ് മരിച്ചത്. ചികിത്സയിലുള്ള രണ്ടുപേരിൽ ഒരാളുടെ നില ഗുരുതരമെന്ന മെഡിക്കൽ ബുള്ളറ്റിൻ. റഷ്യൻ കൂലിപ്പട്ടാളത്തിലകപ്പെട്ട തൃശൂർ സ്വദേശി മരിച്ചു. യുദ്ധമുഖത്ത് കുടുങ്ങി വെടിയേറ്റ കുട്ടനല്ലൂർ സ്വദേശി ബിനിലാണ് മരിച്ചത്. മരണം സ്ഥിരീകരിച്ച് എംബസി. മാള കുരുവിലശ്ശേരിയിൽ കാപ്പ കേസ് പ്രതി അയൽവാസിയെ അടിച്ചു കൊലപ്പെടുത്തി. ചക്കാട്ടി തോമയെന്ന പഞ്ഞിക്കാരൻ തോമസാണ് മരിച്ചത്. പ്രതി പ്രമോദ് പോലീസ് കസ്റ്റഡിയിൽ. ഗുരുവായൂർ ദേവസ്വത്തിന്റെ മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് കേന്ദ്രത്തിൽ ശുചിമുറി മാലിന്യം പുറത്തേക്ക് ഒഴുക്കുന്നത് ഭക്തരെ ദുരിതത്തിലാക്കുന്നു. മാലിന്യ പ്രശ്നം പരിഹരിക്കാൻ നടപടി സ്വീകരിക്കാത്ത ദേവസ്വത്തിനെതിരെ പ്രതിഷേധം ശക്തം. ജില്ലയിൽ കാട്ടുമൃഗങ്ങളുടെ ശല്യം രൂക്ഷം. അകമലയിൽ കാട്ടാനകൾ ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. പുതുക്കാട് കൊരട്ടിപ്പാടത്ത് കാട്ടുപന്നികൾ കൊയ്ത്തിന് ഭാഗമായി നെൽകൃഷി നശിപ്പിച്ചു. ജില്ലയിൽ വിവിധയിടങ്ങളിലായി നടന്ന അപകടങ്ങളിൽ 8 പേർക്ക് പരിക്ക്. ഒരു കുട്ടിയുടെ നില ഗുരുതരം. നമസ്കാരം. വിശദാംശങ്ങളിലേക്ക്. പീച്ചി ഡാം റിസർവോയറിൽ വീണുണ്ടായ അപകടത്തിൽ മരണം രണ്ടായി. പട്ടിക്കാട് ചാണോത്ത് സ്വദേശിനി പാറശ്ശേരി വീട്ടിൽ സജിയുടെ മകൾ 16 വയസ്സുള്ള ആൻഡ് ഗ്രേസ് ആണ് മരിച്ചത്. അപകടത്തിൽപ്പെട്ട പട്ടിക്കാട് സ്വദേശിനി ചുങ്കത്ത് വീട്ടിൽ 16 വയസ്സുള്ള അലീന തിങ്കളാഴ്ച പുലർച്ചെയാണ് മരിച്ചത്. തൃശൂർ സെന്റ് ക്ലേയേഴ്സ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിനികളാണ് ഇരുവരും. ഞായറാഴ്ച വൈകിട്ട് 3ഓടെയാണ് 4 പേർ ഡാമിന്റെ റിസർവോയറിലെ വെള്ളത്തിൽ വീണത്. പള്ളിപ്പെരുന്നാളിന് സഹപാഠിയായ ഹിമയുടെ വീട്ടിലെത്തിയ സംഘം റിസർവോയർ കാണാൻ പോയതായിരുന്നു. 4 പേരാണ് ഡാമിൽ വീണത്. ഇതിൽ പട്ടിക്കാട് ചാണോത്ത് സ്വദേശിനി എറിൻ, പീച്ചി സ്വദേശിനി നിമ എന്നിവർ തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ ചികിത്സയിലാണ്. എറിന്റെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ്. അവസാനമായി ഒരു വട്ടം കൂടി അലീന സെന്റ് ക്ലേയേഴ്സിലെത്തി. പൊട്ടിക്കരഞ്ഞ് സഹപാഠികൾ. പീച്ചി ഡാമിലെ റിസർവോയറിൽ വീണ് മരിച്ച +1 വിദ്യാർത്ഥിനി അലീനയുടെ ഭൗതിക ശരീരം സെന്റ് ക്ലേയേഴ്സ് സ്കൂളിൽ ഉച്ചയോടെയാണ് പൊതുദർശനത്തിനെത്തിച്ചത്. ജൂബിലി മിഷൻ ആശുപത്രിയിൽ നിന്നും 12:45 അലീനയുടെ മൃതദേഹം വഹിച്ച ആംബുലൻസ് എത്തിയതോടെ മൂകശോകമായ സ്കൂൾ അങ്കണത്തിൽ പൊട്ടിക്കരച്ചിലുകൾ മുഴങ്ങി. അലീന പഠിച്ച ക്ലാസ് മുറിയുടെ മുന്നിലായിരുന്നു പൊതുദർശനം. നിറഞ്ഞ ചിരിയുമായി ക്ലാസ്സിലേക്ക് കടന്നുവരുന്ന അലീന ഇനി ഓർമ്മകളിൽ മാത്രമെന്ന തിരിച്ചറിവിൽ കൂട്ടുകാരികളുടെ വാവിട്ട് കരച്ചിൽ കാഴ്ചക്കാരുടെ എല്ലാം കണ്ണു നനയിച്ചു. വിതുമ്പലടക്കിയാണ് സഹപാഠികളും അധ്യാപകരും നിശ്ചലയായി കിടന്ന അലീനയെ അവസാനമായി ഒരു നോക്ക് കണ്ടത്. 10 മിനിറ്റ് മാത്രമായിരുന്നു പൊതുദർശനം. കളക്ടർ അർജുൻ പാണ്ഡ്യൻ, മേയർ MK വർഗീസ്, ഡെപ്യൂട്ടി മേയർ ML റോസി, ഹെഡ്മിസ്ട്രസ് ഉൾപ്പെടെയുള്ളവർ റീത്ത് അർപ്പിച്ചു. മരണത്തിൽ അനുശോചിച്ച് സ്കൂളിന് തിങ്കളാഴ്ച അവധിയായിരുന്നു. എങ്കിലും 100 കണക്കിന് വിദ്യാർത്ഥിനികളാണ് പ്രിയ കൂട്ടുകാരിക്ക് അവസാനമായി വിടയേകാൻ എത്തിയത്. TCV ന്യൂസ്, തൃശൂർ. റഷ്യൻ യുദ്ധമുഖത്ത് കുടുങ്ങി വെടിയേറ്റ തൃശൂരിലെ യുവാക്കളിൽ ഒരാൾ മരിച്ചതായി ഇന്ത്യൻ എംബസി സ്ഥിരീകരിച്ചു. കുട്ടനല്ലൂർ സ്വദേശി ബിനിൽ മരിച്ചതായാണ് സ്ഥിരീകരണം. ഇയാളുടെ ഭാര്യ സഹോദരനായ കുഞ്ഞുപാറ സ്വദേശി ജെയിൻ ഷെൽ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റതിനെ തുടർന്ന് ചികിത്സയിലാണ്. ഇയാളെ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കിയെന്നാണ് സൂചന. 2024 ഏപ്രിലിലാണ് തെക്കങ്കര കുത്തുപാറ സ്വദേശിയായ ജെയിനും സഹോദരി ഭർത്താവ് കുട്ടനല്ലൂർ സ്വദേശിയായ ബിനിലും ഏജന്റിന്റെ ചതിയിൽപ്പെട്ട് റഷ്യൻ കൂലിപ്പട്ടാളത്തിലെത്തിയത്. കഴിഞ്ഞ ഡിസംബർ 11 ഇവർ യുദ്ധമുഖത്തേക്ക് പോവുകയാണെന്നും ഇനിയൊരു തിരിച്ചുവരവ് ഉണ്ടാകില്ലെന്നും യുദ്ധസ്ഥലത്തേക്ക് ഇറങ്ങുന്നതിന് മുൻപ് അവസാനമായി വീട്ടുകാർക്ക് അയച്ച ഓഡിയോ സന്ദേശത്തിൽ പറഞ്ഞിരുന്നു. ബിനിൽ മരിച്ചുവെന്ന് വാർത്തകൾ വന്നിരുന്നുവെങ്കിലും ഔദ്യോഗിക സ്ഥിരീകരണം ഇന്നാണ് ബന്ധുക്കൾക്ക് ലഭിച്ചത്. മാള കുരുവിലശ്ശേരിയിൽ കാപ്പ കേസ് പ്രതി അയൽവാസിയെ അടിച്ചു കൊലപ്പെടുത്തി. ചക്കാട്ടി തോമയെന്ന പഞ്ഞിക്കാരൻ തോമസാണ് മരിച്ചത്. കാപ്പ കേസ് പ്രതിയായ വാടാശ്ശേരി വീട്ടിൽ പ്രമോദാണ് തോമസിനെ പലക കൊണ്ടടിച്ച് കൊലപ്പെടുത്തിയത്. പ്രമോദും തോമയും വർഷങ്ങളായി ശത്രുതയിലായിരുന്നു. മുൻപും ഇവർ തമ്മിൽ അടിപിടി നടന്നിട്ടുണ്ട്. പ്രതിയായ പ്രമോദിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഗുരുവായൂർ ദേവസ്വത്തിന്റെ മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് കേന്ദ്രത്തിൽ ശുചിമുറി മാലിന്യം പുറത്തേക്ക് ഒഴുക്കുന്നത് ഭക്തരെ ദുരിതത്തിലാക്കുന്നു. ദിവസങ്ങളായി തുടരുന്ന മാലിന്യ പ്രശ്നം പരിഹരിക്കാൻ നടപടി സ്വീകരിക്കാത്ത ദേവസ്വത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. കേന്ദ്ര സർക്കാരിന്റെ പ്രസാദ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 23.56 കോടി രൂപ ചിലവിട്ട് 3 നിലകളിലായാണ് പാർക്കിംഗ് കേന്ദ്രം നിർമ്മിച്ചിട്ടുള്ളത്. ദിനംപ്രതി 100 കണക്കിന് തീർത്ഥാടകരാണ് ഇവിടെ എത്തുന്നത്. ഇവർക്ക് പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാൻ മതിയായ സംവിധാനമില്ലാത്തതിനാൽ
പാർക്കിംഗ് കേന്ദ്രത്തിന് പുറത്ത് താൽക്കാലികമായി 10 ശുചിമുറികൾ നിർമ്മിച്ചിട്ടുണ്ട്. ഇതിന്റെ സെപ്റ്റിക് ടാങ്ക് നിറഞ്ഞാണ് മാലിന്യം പുറത്തേക്കൊഴുകുന്നത്. പരിസരത്താകെ ദുർഗന്ധം വമിക്കുകയാണ്. ഇതുമൂലം ഇവിടെ എത്തിച്ചേരുന്ന ഭക്തരും പരിസരവാസികളും മൂക്കുപൊത്തേണ്ട അവസ്ഥയിലാണ്. ദുർഗന്ധം മൂലം വീടിന്റെ ജനലുകളും വാതിലുകളും അടച്ചിടേണ്ട അവസ്ഥയാണെന്ന് പരിസരവാസികൾ പറയുന്നു. ഈ ടോയ്ലറ്റ്സിന്റെ പുറകിൽ മുഴുവനും മലമൂത്ര വിസർജനം ഒഴുകി ഇതാക്കണം. നമുക്ക് വീടിന്റെ അകത്ത് നിൽക്കാൻ വയ്യ, പുറത്ത് നിൽക്കാൻ വയ്യ. വളരെ ഒരു ഹൊറിബിൾ സിറ്റുവേഷൻ ആണ്. വെരി ഡിഫിക്കൽട്ട് ടു ലിവ് ഹിയർ. അപ്പൊ ഇത്രയും ഇവര് കണ്ടിട്ടും പോലും കണ്ടില്ല എന്ന് അടിച്ചതാക്കുമ്പോൾ നമുക്ക് അവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഈ സ്ഥിതി തുടർന്നാൽ പരിസരത്തെ കിണറുകളും മലിനപ്പെടുമെന്ന ആശങ്കയുണ്ട്. മകരവിളക്കിനോടനുബന്ധിച്ച് തീർത്ഥാടകരുടെ തിരക്ക് വർദ്ധിച്ചാൽ മാലിന്യം റോഡിലേക്കും ഒഴുകിയെത്തുന്ന സ്ഥിതിയാണ്. പരിസരത്താകെ മാലിന്യം കെട്ടിക്കിടക്കുന്നതിനാൽ ശുചിമുറിയിലേക്ക് കയറാൻ മടിക്കുന്ന തീർത്ഥാടകർ പരിസരങ്ങളിൽ കാര്യം സാധിക്കുന്നുണ്ട്. ഇതോടെ പാർക്കിംഗ് കേന്ദ്രത്തിന്റെ പരിസരം മലിനമയമാണ്. ഇതിനെതിരെ പരാതി നൽകി ദിവസങ്ങൾ കഴിഞ്ഞിട്ടും നടപടി സ്വീകരിക്കാത്ത ദേവസ്വം നിലപാട് പ്രതിഷേധാർഹമാണെന്ന് വാർഡ് കൗൺസിലർ ശോഭ ഹരിനാരായണൻ പറഞ്ഞു. കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രസാദം പദ്ധതിയിൽ ഉൾപ്പെടുത്തി നല്ലൊരു പ്രോജക്റ്റ് ഗുരുവായൂർ ദേവസ്വത്തിന് സമർപ്പിച്ചിട്ടുള്ളതാണ്. ഇത് ഭംഗിയായി കൊണ്ടു നടക്കാൻ പോലും ഗുരുവായൂർ ദേവസ്വത്തിന് സാധിക്കുന്നില്ല. ഈ 4-5 ദിവസമായിട്ട് ഇതൊരു റിപ്പോർട്ട് ചെയ്തിട്ടും ഗുരുവായൂർ ദേവസ്വത്തിലും ഗുരുവായൂർ നഗരസഭയിലും റിപ്പോർട്ട് ചെയ്തിട്ടും ഇതുവരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല. ഇതിന്റെ തൊട്ടടുത്ത് കുറെ ആൾക്കാർ താമസിക്കുന്ന, കുറെ പ്രായമായവരും കുറെ ആൾക്കാർ താമസിക്കുന്ന ഒരു സ്ഥലമാണ്. അവർക്ക് മൂക്ക് പൊട്ടിയിട്ട് ഇവിടെ നിൽക്കാൻ പോലും വയ്യ, അസുഖങ്ങൾ വരുന്നു. അവരുടെ കിണറിലേക്കാണ് ഈ അടിക്കൂടെ ഈ കക്കൂസ് മാലിന്യം ഒഴുകിപ്പോണത്. ദേവസ്വം അധികൃതർ എത്രയും പെട്ടെന്ന് നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ സമര പരിപാടികളുമായി രംഗത്തിറങ്ങുമെന്നും കൗൺസിലർ അറിയിച്ചു. TCV ന്യൂസ്, ഗുരുവായൂർ. അകമലയിൽ കാട്ടാനകളിറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. പാറയിൽ വീട്ടിൽ ഗോവിന്ദൻകുട്ടിയുടെ വീട്ടിലെ തെങ്ങും കവുങ്ങും വാഴയുമാണ് കാട്ടാനകൾ നശിപ്പിച്ചത്. കൊയ്യാറായ നെൽകൃഷിയും വ്യാപകമായി നശിപ്പിച്ചിട്ടുണ്ട്. കൊമ്പനും 2 കുട്ടിയാനകളും ഉൾപ്പെടെയുള്ള കാട്ടാനക്കൂട്ടമാണ് പ്രദേശത്ത് നിരന്തരമായി കൃഷി നശിപ്പിക്കുന്നത്. ആനശല്യം രൂക്ഷമായതിനെ തുടർന്ന് വാഴത്തോട്ടത്തിൽ തീക്കൂന തീർത്ത് പാട്ടയുമായി കാവലിരിക്കേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത്. അടച്ചുറപ്പില്ലാത്ത വീട്ടിൽ ചെറിയ കുട്ടികളുമായി കഴിയുന്ന വീടിന്റെ മുറ്റത്ത് പോലും രാത്രിയായാൽ കാട്ടാനക്കൂട്ടങ്ങൾ എത്തുന്നതിനാൽ ഏറെ ഭയത്തിലാണ് കുഴിയോട് സ്വദേശി ഇന്ദിരയും കുടുംബവും. കാട്ടാനശല്യം മൂലം ഉപജീവനമാർഗം അടഞ്ഞ അവസ്ഥയിലുമാണ് കർഷകർ. വീണ്ടും ഇപ്പൊ ആന തുടർച്ചയായിട്ട് എല്ലാ ദിവസവും രാത്രിയാകുമ്പോൾ ഇറങ്ങുന്നുണ്ട്. പട്ടി കുരയ്ക്കുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. നമുക്ക് ഇവിടെ ഇപ്പോൾ രാത്രിയിൽ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ട് പുറത്തിറങ്ങാൻ പേടിയാണ്. മാത്രമല്ല ഇപ്പോൾ നമ്മുടെ വീണ്ടും ബാക്കിൽ വരെയൊക്കെ എത്തി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര പേടിച്ചിട്ടാണ് ഇപ്പോൾ ജീവിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഇതിന് എത്രയും പെട്ടെന്ന് കണ്ടെത്തണം എന്നാണ് എല്ലാവരോടും ഒരു റിക്വസ്റ്റാണ്. പുതുക്കാട് ചെങ്ങാലൂർ കൊരട്ടിപ്പാടത്ത് കാട്ടുപന്നികൾ ഇറങ്ങി കൊയ്ത്തിന് ഭാഗമായി നെൽകൃഷി വ്യാപകമായി നശിപ്പിച്ചു. പാടശേഖരത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ ഏകദേശം 50 സെന്റ് കൃഷി നശിച്ച നിലയിലാണ്. വിളഞ്ഞുകിടക്കുന്ന പാടത്ത് എത്രത്തോളം കൃഷി നശിച്ചിട്ടുണ്ടെന്ന് കർഷകർക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഒരാഴ്ചയ്ക്കുള്ളിൽ കൊയ്തെടുക്കാവുന്ന നെൽകൃഷിയാണ് കാട്ടുപന്നിക്കൂട്ടം കുത്തിമറിച്ചിട്ടത്. 8 ഏക്കറോളം വരുന്ന പാടത്ത് 11 കർഷകരാണ് ഇത്തവണ കൃഷി ഇറക്കിയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർച്ചയായി പന്നികൾ കതിരുകൾ നശിപ്പിച്ചതോടെ ഏറെ നഷ്ടമാണ് കർഷകർക്ക് നേരിട്ടത്. ആദ്യമായാണ് പാടത്ത് പന്നികൾ ഇറങ്ങുന്നതെന്ന് കർഷകർ പറയുന്നു. വരും ദിവസങ്ങളിലും പന്നികൾ ഇറങ്ങുമോ എന്ന ആശങ്കയിലാണ് കർഷകർ. കൃഷി നശിച്ചതോടെ കർഷകർ പുതുക്കാട് പഞ്ചായത്തിലും കൃഷിഭവനിലും പരാതി നൽകി. കർഷകർക്ക് നേരിട്ട നഷ്ടം നികത്താൻ അധികൃതർ ഇടപെടണമെന്നും പാടത്തിറങ്ങുന്ന പന്നികളെ വെടിവെച്ചു കൊല്ലാൻ നടപടിയെടുക്കണമെന്നും പാടശേഖര സമിതി ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ഇവിടെ ധാരാളം കർഷകരുടെ കൃഷികളും നശിപ്പിച്ചിട്ടുണ്ട്. ഞാനും ഇവിടെ നിന്ന് നെൽകൃഷി പണിതിട്ടുണ്ട്. എൻ്റെയാണ് ഏറ്റവും കൂടുതൽ നെൽകൃഷി നഷ്ടപ്പെട്ടിട്ടുള്ളത്. ഒരാഴ്ചയും കഴിഞ്ഞ കൊയ്യേണ്ടതായ ഈ പാടശേഖരത്തിലാണ് ഈ കാഴ്ചകൾ. അധികാരികൾ ഇതിന് എന്തെങ്കിലും നഷ്ടപരിഹാരമോ മറ്റുള്ള ഈ പന്നിക്കൂട്ടങ്ങൾ നശിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളോ ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ദേശീയപാത പുതുക്കാട് കാറിടിച്ച് സ്കൂട്ടർ യാത്രികരായ അമ്മയ്ക്കും മകൾക്കും പരിക്കേറ്റു. തെക്കേതുറവ് പള്ളം പൂതംകുറ്റി വീട്ടിൽ ഷനൂജന്റെ ഭാര്യ ജിസ്ന, മകൾ തന്മയ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇതിൽ കുട്ടിയുടെ നില ഗുരുതരമാണ്. പരിക്കേറ്റവരെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രാവിലെ 11 മണിയോടെ പുതുക്കാട് പോലീസ് സ്റ്റേഷന് സമീപത്തായിരുന്നു അപകടം. തെക്കേതുറവിൽ നിന്ന് വന്ന സ്കൂട്ടർ ദേശീയപാതയിലേക്ക് കടക്കുന്നതിനിടെ ചാലക്കുടി ഭാഗത്തു നിന്ന് വന്ന കാർ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ 2 പേരും റോഡിൽ തെറിച്ചു വീണു. വനിതാ ഡോക്ടർ ഓടിച്ചിരുന്ന കാറാണ് സ്കൂട്ടറിൽ ഇടിച്ചത്. പുതുക്കാട് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ദേശീയപാത കൊടകര പേരാമ്പ്രയിൽ ലോറിയും KSRTC ബസ്സും ഇടിച്ചുണ്ടായ അപകടത്തിൽ ബസ് കണ്ടക്ടർ അടക്കം 4 പേർക്ക് പരിക്കേറ്റു. കണ്ണൂർ സ്വദേശി തരുൺ, ഇടുക്കി മേലോരം സ്വദേശി അനിൽ പി ചാക്കോ, ഇടുക്കി മൂലമറ്റം സ്വദേശി ജോമിൻ, മൂവാറ്റുപുഴ സ്വദേശിനി മഞ്ജുഷ എലിയാസ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പോർക്കുളം
കോങ്ങണ്ണൂരിൽ നിയന്ത്രണം വിട്ട കാർ തലകീഴായി മറിഞ്ഞ് അപകടത്തിൽ ആർക്കും പരിക്കില്ല. ഞായറാഴ്ച രാത്രിയിലാണ് അപകടമുണ്ടായത്. കോങ്ങണ്ണൂർ ഭാഗത്തു നിന്ന് കരിക്കാട് ഭാഗത്തേക്ക് പോകുകയായിരുന്ന കാർ നിയന്ത്രണം വിട്ട് സ്നേഹമതിൽ നിർമ്മാണ കമ്പനിയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. വാഹനത്തിലുണ്ടായിരുന്നവർ മദ്യപിച്ചിരുന്നതായി നാട്ടുകാർ പറഞ്ഞു. സംഭവത്തെ തുടർന്ന് കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി വാഹനം ഓടിച്ചിരുന്നയാളെ കസ്റ്റഡിയിലെടുത്തു. ദേശീയപാത വാടാനപ്പള്ളി ചിലങ്ക ജംഗ്ഷന് സമീപം കാറും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികരായി 2 പേർക്ക് പരിക്ക്. തൃത്തല്ലൂർ സ്വദേശി നാലകത്ത് വീട്ടിൽ മുഹമ്മദ് ഹിലാൽ, നാട്ടിക ബീച്ച് കാവുങ്ങൽ നൌഫൽ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ വാടാനപ്പള്ളി ആക്സ് പ്രവർത്തകർ ചേറ്റുവയിലെ ഫിനിക്സ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംസ്ഥാനത്തെ റേഷൻ വ്യാപാരികൾ അനിശ്ചിതകാല സമരത്തിലേക്ക്. ഈ മാസം 27 മുതൽ റേഷൻ കടകൾ അടച്ച് പ്രതിഷേധിക്കും. റേഷൻ വ്യാപാരി സംയുക്ത സമിതിയുടേതാണ് തീരുമാനം. വേതന പാക്കേജ് പരിഷ്കരണം അടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. കുന്നുകുളം കമ്പിപ്പാലത്ത് സെക്കൻഡ് ഹാൻഡ് കാർ വിൽപ്പന ഷോറൂമിൽ തീപിടുത്തം. ഇൻഡസ് മോട്ടോഴ്സിന്റെ സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾ വിൽക്കുന്ന ട്രൂ വാല്യൂ ഷോപ്പിലാണ് തീപിടുത്തമുണ്ടായത്. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. സ്ഥാപനത്തിലെ ഫർണിച്ചറുകളും കമ്പ്യൂട്ടറുകളും കത്തിനശിച്ചു. സ്ഥാപനത്തിൽ നിന്ന് പുക ഉയരുന്നത് കണ്ടതോടെ പ്രദേശവാസികൾ കുന്നുകുളം അഗ്നിരക്ഷാ സേനയെ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് അഗ്നിരക്ഷാ സേന ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ തീയണച്ചു. സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ രവീന്ദ്രൻ, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ ഹരിക്കുട്ടൻ, RK ജിഷ്ണു, വിപിൻ, സനിൽ എന്നിവരടങ്ങുന്ന അഗ്നിരക്ഷാസേന സംഘമാണ് തീയണച്ചത്. ഗുരുവായൂരിൽ വൈദ്യുതി ട്രാൻസ്ഫോർമറിൽ നിന്ന് യുവാവിന് പൊള്ളലേറ്റു. മധുര സ്വദേശി രാജകുമാറിനാണ് പൊള്ളലേറ്റത്. രാവിലെ 8 മണിയോടെയാണ് സംഭവം. ഇയാൾ ടെമ്പിൾ പോലീസ് സ്റ്റേഷന് സമീപത്തുള്ള ട്രാൻസ്ഫോർമറിന്റെ സുരക്ഷാ ഗ്രില്ലിന് മുകളിൽ കയറി HT ലൈനിൽ പിടിക്കുകയായിരുന്നു. ഷോക്കേറ്റ് നിലത്ത് വീണിട്ടും ഇയാൾ എണീറ്റ് മുകളിൽ കയറി വീണ്ടും ലൈനിൽ പിടിച്ചു. സുരക്ഷാ ഗ്രില്ലിനുള്ളിൽ വീണ യുവാവിനെ നാട്ടുകാർ ഓടിയെത്തി രക്ഷപ്പെടുത്തുകയായിരുന്നു. പോലീസ് ജീപ്പിൽ ഇയാളെ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. വലത് കൈമുട്ടിന് താഴെ പൊള്ളലേറ്റിട്ടുണ്ട്. സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് അംഗമാണെന്ന് പറഞ്ഞ് ഇയാൾ 2 ദിവസമായി ഗുരുവായൂർ ക്ഷേത്ര പരിസരത്ത് നടന്നിരുന്നതായി നാട്ടുകാർ പറഞ്ഞു. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവത്തിന് തുടക്കമായി. മകരസംക്രമണ സന്ധ്യയിൽ 1,1000 യോഗത്തിന്റെ വകയായുള്ള 1001 കതിനവെടി മുഴങ്ങിയതോടെയാണ് താലപ്പൊലി മഹോത്സവത്തിന് ആരംഭമായത്. 1ാം താലപ്പൊലി ദിനത്തിൽ കുടുംബികളുടെയും മലയരയന്മാരുടെയും പരമ്പരാഗത ചടങ്ങുകൾ നടക്കും. 4 താലപ്പൊലി നാളുകളിലും ഉച്ചയ്ക്ക് കുരുമ്പ അമ്മയുടെ നടയിൽ നിന്നും എഴുന്നള്ളിപ്പ് തുടങ്ങും. 1 മുതൽ 3 വരെയുള്ള രാത്രി എഴുന്നള്ളിപ്പും ഇവിടെ നിന്ന് തന്നെയാണ് തുടങ്ങുക. 3ാം താലപ്പൊലി നാളിലെ രാത്രി എഴുന്നള്ളിപ്പ് 18:30യോളം കോവിലകത്ത് നിന്നാണ് ആരംഭിക്കുക. 3ാം താലപ്പൊലി നാളിൽ രാത്രി കുരുമ്പമ്മയ്ക്ക് ഗുരുതി പൂജയും നടക്കും. താലപ്പൊലി ആഘോഷത്തിന്റെ ഭാഗമായി തെക്കേ നടയിലെ പ്രധാന വേദിയിൽ നവരാത്രി മണ്ഡപത്തിലുമായി വിവിധ കലാപരിപാടികളും ഒരുക്കിയിട്ടുണ്ട്. മുല്ലശ്ശേരി പറമ്പൻതളി ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ തിരുവാതിര ആഘോഷങ്ങൾ വിവിധ പരിപാടികളോടെ നടന്നു. മാതൃസമിതികളുടെ നേതൃത്വത്തിൽ നടന്ന മെഗാ തിരുവാതിരയോടെ ആഘോഷങ്ങൾക്ക് തുടക്കമായി. മുതിർന്ന വനിതകളെ ആദരിക്കൽ, തിരുവാതിരക്കളി, പാതിരാപ്പൂച്ചൂടൽ, ഉറക്കമൊഴിയൽ എന്നീ ചടങ്ങുകളും നടന്നു. ക്ഷേത്രത്തിൽ ഏട്ടങ്ങാടി, കൂവപ്പായസം എന്നിവയുടെ വിതരണവുമുണ്ടായിരുന്നു. PR നാരായണൻ, ഹരിദാസൻ കരുമത്തിൽ, ശ്രീനു പുളിക്കൽ, ഭരതൻ പാണ്ഡ്യത്ത്, അശോകൻ കുഴിക്കാട്ടുശ്ശേരി തുടങ്ങിയവർ നേതൃത്വം നൽകി. ചൂരക്കൊട്ടുകാവ് ആൽത്തറക്കൂട്ടത്തിന്റെ ആഭിമുഖ്യത്തിൽ 6ാമത് തിരുവാതിരക്കളി മഹോത്സവം സംഘടിപ്പിച്ചു. ചൂരക്കൊട്ടുകാവ് ശ്രീദുർഗ ക്ഷേത്ര മൈതാനിയിൽ സംഘടിപ്പിച്ച തിരുവാതിരക്കളി മഹോത്സവത്തിൽ നിരവധി ടീമുകൾ പങ്കെടുത്തു. സേവ്യർ ചുറ്റിലപ്പള്ളി MLA, അടാട്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിമി അജിത് കുമാർ, വൈസ് പ്രസിഡന്റ് ഉഷ ശ്രീനിവാസൻ, കൊടുങ്ങല്ലൂർ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഷെറിൻ RA, തലപ്പള്ളി താലൂക്ക് തഹസിൽദാർ MK കിഷോർ, കൊച്ചിൻ ദേവസ്വം ബോർഡ് ഓഫീസർ ഗോപേഷ് PG, പഞ്ചായത്ത് മെമ്പർ EU ശ്രീജിത്ത്, ശാസ്ത ട്രേഡിംഗ് കമ്പനി ഉടമ നന്ദകുമാർ CR, കാർത്തിക സ്റ്റോഴ്സ് ഉടമ വിജയൻ അപ്പാട്ട്, സുരേന്ദ്രനാഥ് EK തുടങ്ങി വിശിഷ്ട വ്യക്തികൾ പങ്കെടുത്തു. കൺവീനർ IS ശങ്കരനാരായണൻ നന്ദി പറഞ്ഞു. വേദിക്ക് 4 ഭാഗത്തും കാണികൾക്കിരുന്ന് തിരുവാതിരക്കളി ആസ്വദിക്കാൻ സാധിക്കുന്ന വിധമാണ് വേദി ക്രമീകരിച്ചിരുന്നത്. തിരുവാതിരക്കളി അവതരിപ്പിച്ചവർക്കും വിശിഷ്ട അതിഥികൾക്കും ചൂരക്കൊട്ടുകാവ് ആൽത്തറക്കൂട്ടത്തിന്റെ ഉപഹാരം വിതരണം ചെയ്തു. വ്യാവസായിക അടിസ്ഥാനത്തിൽ ചോളം കൃഷി ചെയ്ത് സൈലേജ് നിർമ്മിച്ച് നൽകുന്നതിലൂടെ പാൽ ഉൽപാദനം കൂടുതൽ ലാഭകരമാകുന്നതിനും ഗുണമേന്മ വർദ്ധിപ്പിക്കുന്നതിനും സാധിക്കുമെന്ന് മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി J. ചിഞ്ചുറാണി. ജില്ലാ ക്ഷീരസംഗമം
2024-25 ക്ഷീരസ്മിതം ശ്രീനാരായണപുരത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേന്ദ്രവുമായി സഹകരിച്ചുകൊണ്ട് സമഗ്ര ഇൻഷുറൻസ് പദ്ധതിയിലൂടെ കേരളത്തിലെ മുഴുവൻ പശുക്കളെയും 3 വർഷം കൊണ്ട് ഇൻഷുർ ചെയ്യുന്നതിനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചു വരുന്നതായും മന്ത്രി പറഞ്ഞു. ET ടൈസൺ MLA അധ്യക്ഷനായി ക്ഷീരവികസന വകുപ്പ് ഡയറക്ടർ ശാലിനി ഗോപിനാഥ്, കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത, മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ, എറണാകുളം മേഖല സഹകരണ ക്ഷീരോത്പാദക യൂണിയൻ ചെയർമാൻ MT ജയൻ, കേരള ഫീഡ്സ് ചെയർമാൻ K ശ്രീകുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അസോസിയേഷൻ പ്രസിഡന്റ് KV നഫീസ, ശ്രീനാരായണപുരം പഞ്ചായത്ത് പ്രസിഡന്റ് MS മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലയിലെ വിവിധ ബ്ലോക്കുകളിലെ മികച്ച ക്ഷീരകർഷകരെയും മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ക്ഷീരസംഘങ്ങളെയും ക്ഷീരവികസന യൂണിറ്റുകളെയും ചടങ്ങിൽ ആദരിച്ചു. വിവിധ മത്സരങ്ങളിൽ വിജയികളായവർക്ക് സമ്മാന വിതരണവും നടത്തി. ഇന്ന് ലോകരാജ്യങ്ങളിൽ ഇന്ത്യയാണ് നമ്പർ 1 ആയിട്ട് നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ ക്ഷീരകർഷകർ അവർ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പാലിലൂടെ അതിലൂടെയുള്ള സമ്പത്തിലൂടെ നമ്മുടെ രാജ്യം എന്നറിയപ്പെടുന്നു എന്നുള്ളതാണ് സൂചനയിൽ നാം ചൂണ്ടിക്കാണിച്ചത്. കൃഷിയിടങ്ങളിൽ ശുചിമുറി മാലിന്യം തള്ളുന്നവരെ പിടികൂടാൻ കടവല്ലൂർ പഞ്ചായത്ത് നിരീക്ഷണ ക്യാമറ സ്ഥാപിക്കും. കടവല്ലൂർ കൊള്ളഞ്ചേരി പാടശേഖരത്തിലെ കർഷകരാണ് പാതയോരത്തെ കൃഷിയിടത്തിൽ വ്യാപകമായി ശുചിമുറി മാലിന്യം തള്ളുന്നതിനെതിരെ ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിനും പോലീസിനും പ്രശ്നം പരിഹരിക്കുവാനുള്ള നടപടി സ്വീകരിക്കാൻ കളക്ടർ നിർദ്ദേശിച്ചു. പഞ്ചായത്ത് തനത് ഫണ്ടിൽ നിന്ന് 3 ലക്ഷം രൂപ വകയിരുത്തി പാതയോരത്ത് 2 നിരീക്ഷണ ക്യാമറ സ്ഥാപിക്കുവാൻ പദ്ധതിയായിട്ടുണ്ടെന്നും ഇതിനായുള്ള എസ്റ്റിമേറ്റ് തയ്യാറായി വരികയാണെന്നും കടവല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ പറഞ്ഞു. നീരൊഴുക്കിന് തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് കടവല്ലൂർ പാടത്ത് റോഡിനടിയിലൂടെ പോകുന്ന ഓവുചാലുകൾ സ്വകാര്യ വ്യക്തികൾ നിലം നികത്തുന്നതിന്റെ ഭാഗമായി അടച്ചത് കർഷകർക്ക് ദുരിതമാകുന്നത് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കൊള്ളഞ്ചേരി പാടശേഖര സമിതി അംഗങ്ങൾ വില്ലേജ് ഓഫീസർക്ക് പരാതി നൽകിയിട്ടുണ്ട്. ആളുകൾക്കൊക്കെ പരാതികളും കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായി കൊണ്ട് അന്നൊരു പെട്രോളിംഗ് നടത്തി ഈ വാഹനം പിടിച്ചെടുക്കുന്ന സംവിധാനം ഉണ്ടായിട്ടുണ്ട്. അന്നൊരു ക്യാമറ വെച്ചിരുന്നു, പഞ്ചായത്ത് ഒരു ക്യാമറ വെച്ചിരുന്നു. ആ ക്യാമറ അത് നന്നാക്കാൻ എന്ന വ്യാജേന അഴിച്ചു കൊണ്ടുപോയി പിന്നെ അത് വരാതിരിക്കേണ്ടായിരുന്നു. ക്യാമറ വെച്ചത് നമ്മൾ പൈസ കൊടുത്ത് വെച്ചതല്ല, ഒരു സ്പോൺസർഷിപ്പിൽ വെച്ചതാണ്. പിന്നെ അത് അഴിച്ചു പോയി പിന്നെ വന്നിട്ടില്ല. അത് ഒരു വാഹനം ഇടിച്ച് തകർക്കേണ്ടായിരുന്നു. പിന്നെ നമ്മളിപ്പോൾ മറ്റേ പാടശേഖര സമിതിയുടെയൊക്കെ പരാതിയുടെ ഭാഗമായിക്കൊണ്ട് പൊയ്യ മാള പഞ്ചായത്ത് പ്രദേശത്തേക്ക് കുടിവെള്ളത്തിനും ജലസേചനത്തിനുമായി കുളൂരിൽ നിന്ന് വെള്ളമെത്തിക്കുന്നതിനുള്ള നിർദ്ദേശം നടപ്പാക്കാൻ ചർച്ചകൾ പോലും നടന്നില്ല. പൊയ്യ പഞ്ചായത്തിലെ പൂപ്പത്തി, മാള പഞ്ചായത്തിലെ കുരുവിലശ്ശേരി പ്രദേശങ്ങളിലേക്ക് ജലസേചനത്തിനും കുടിവെള്ളത്തിനും പ്രയോജനം ലഭിക്കുന്ന നിർദ്ദേശമാണ് കുഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കൊടിയൻ മുന്നോട്ട് വെച്ചിരുന്നത്. ഇക്കാര്യത്തിൽ പൊയ്യ പഞ്ചായത്തുമായി പ്രാഥമിക ചർച്ച മാത്രമാണ് 1 വർഷം മുമ്പ് നടത്തിയത്. കുഴൂർ പഞ്ചായത്തിലെ പോളക്കുളത്തിൽ നിന്ന് പൊയ്യ പഞ്ചായത്ത് അതിർത്തിയിലുള്ള കടാംകുളത്തിലേക്ക് വെള്ളമെത്തിച്ച് അവിടെ നിന്ന് പമ്പിംഗ് നടത്തുന്നതിനുള്ള നിർദ്ദേശമാണ് ഉണ്ടായിരുന്നത്. കുഴൂർ പൊയ്യ പഞ്ചായത്തുകളുടെ അതിർത്തിയാണെങ്കിലും സമീപത്തുള്ള മാള പഞ്ചായത്തിലേക്കും പ്രയോജനം ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പോളക്കുളത്തിൽ നിന്ന് പൂപ്പത്തിയിലെ കടാംകുളത്തിലേക്ക് വെള്ളമെത്തിക്കുന്നതിന് സൗകര്യമൊരുക്കാമെന്ന് കുഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കൊടിയൻ ഉറപ്പു നൽകിയിട്ടുണ്ട്. ചാലക്കുടിപ്പുഴ ഒഴുകുന്നതുകൊണ്ട് ജലസമൃദ്ധി ഉള്ളതുകൊണ്ടും കരിക്കാട്ട് ചാലിൽ നിന്ന് വട്ടക്കുളം വഴിയും പൂത്തുരുത്തി ലിഫ്റ്റിഗേഷൻ വഴിയും നമ്മൾ പോളക്കുളത്തിലേക്ക് വെള്ളം എത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പോളക്കുളത്തിൽ നിന്നും നമ്മൾ താനശ്ശേരി പള്ളി വരെ, കടാകുളത്തിന്റെ തൊട്ട് ചേർന്ന താനശ്ശേരി പള്ളി വരെ നമ്മൾ ലിഫ്റ്റിഗേഷൻ പദ്ധതി മുഖേന ആ ഭാഗമൊക്കെ ജലസേചനം നടത്തുന്നതിന് വെള്ളം ഉപയോഗിച്ച് നടത്തുന്നുണ്ട്. അതുകൊണ്ടാണ് അന്ന് പൊയ്യ പഞ്ചായത്തിനോട് നമ്മൾ പറഞ്ഞത് ഈ പോളക്കുളത്തിൽ നിന്ന് നമ്മൾ സംയുക്തമായിട്ടൊരു പദ്ധതി സമർപ്പിച്ചാൽ പോളക്കുളത്തിൽ നിന്ന് കടാകുളത്തിലേക്ക് വെള്ളം എത്തിക്കാനും കടാകുളത്തിൽ നിന്ന് ലിഫ്റ്റിഗേഷൻ വഴി പൊയ്യ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കും മാള പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കും ജലസേചനം നടത്താമെന്നും അതുവഴി ജലസേചനവും കൃഷിക്കും അതുമാതിരി തന്നെ കുടിവെള്ളം ജലസേചനം വന്ന കിണറുകളിൽ വെള്ളം വരും, ശുദ്ധമായ വെള്ളം ജനങ്ങൾക്ക് കുടിക്കാൻ സാധിക്കും. അതുകൊണ്ട് ജലസേചനം നടത്തി നമ്മൾ കുടിവെള്ള ക്ഷാമം പരിഹരിക്കുന്നതിന് ജലസേചനം നടത്തി കൃഷിക്കും ഉപയുക്തമാക്കാമെന്നുള്ള രീതിയിലാണ് ചർച്ച നടന്നത്. കുഴൂരിലെ തുമ്പരശ്ശേരി പൂത്തുരുത്തി ജലസേചന പദ്ധതിയിൽ നിന്നാണ് പോളക്കുളത്തിലേക്ക് വെള്ളം എത്തിക്കുന്നത്. ഈ 2 പദ്ധതിയും ഇപ്പോൾ പൂർണ്ണമായി പ്രയോജനപ്പെടുത്താൻ കഴിയുന്നില്ല. തുമ്പരശ്ശേരി പദ്ധതി പ്രയോജനപ്പെടുത്തിയാൽ പോളക്കുളത്തിലേക്ക് കൂടുതൽ വെള്ളമെത്തിക്കാൻ കഴിയും. പൊയ്യ പഞ്ചായത്ത് താൽപര്യമെടുത്താൽ വെള്ളമെത്തിക്കാൻ കുഴൂർ തയ്യാറാണെങ്കിലും തുടർ ചർച്ചകൾ ഉണ്ടായിട്ടില്ല. കടാംകുളത്തിന് 100 മീറ്റർ ദൂരത്തിൽ വരെ പോളക്കുളത്തിൽ നിന്ന് വെള്ളമെത്തുന്നുണ്ട്. അധികമായി യാതൊരു സൗകര്യവും ഒരുക്കാതെ കടാംകുളത്തിലേക്ക് വെള്ളമെത്തിക്കാനായി കഴിയും. പൂപ്പത്തി പ്രദേശത്തെ കൃഷിക്കും കുടിവെള്ളത്തിനും ഏറെ പ്രയോജനപ്പെടാവുന്ന പദ്ധതി നടപ്പാക്കുന്നതിനുള്ള തുടർ ചർച്ചകൾ നടത്തി പ്രാവർത്തികമാക്കണമെന്ന ആവശ്യം ശക്തമാണ്. TCV മാള. ഭിന്നശേഷിക്കാരനായ ഹരിദാസന് ഉപജീവന മാർഗമൊരുക്കി എരുമപ്പെട്ടി പഞ്ചായത്തും കുടുംബശ്രീയും. ഹരിദാസിന്റെ കടയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ നിർവഹിച്ചു.
എരുമപ്പെട്ടി പഞ്ചായത്തിലെ 6-ാം വാർഡിൽ താമസിക്കുന്ന മൂത്തേടത്ത് പറമ്പിൽ ഹരിദാസ് 2016-ലുണ്ടായ ബൈക്ക് അപകടത്തിലാണ് കിടപ്പ് രോഗിയായത്. കേച്ചേരിയിൽ വെച്ച് ഹരിദാസൻ സഞ്ചരിച്ചിരുന്ന ബൈക്കും മറ്റൊരു ബൈക്കുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. തെറിച്ചുവീണ ഹരിദാസിന്റെ ഇടതുകാലിലൂടെ അതുവഴി വന്നിരുന്ന ബസ് കയറിയിറങ്ങി. എല്ലുകൾ തകർന്ന ഇടതുകാൽ അരയ്ക്ക് താഴെ മുറിച്ചു നീക്കി. വലതുകാലിന്റെ ചലനശേഷി പൂർണ്ണമായും നഷ്ടപ്പെട്ടു. 2 കൈകളിലെ എല്ലുകളിലും ലോഹറാഡുകൾ ഘടിപ്പിച്ചിരിക്കുകയാണ്. വൃക്കകൾക്കും മൂത്രസഞ്ചിക്കും കാര്യമായി ക്ഷതമേറ്റ് പ്രവർത്തനക്ഷമത കുറഞ്ഞ അവസ്ഥയിലാണ്. പഞ്ചായത്ത് നൽകിയ ഇലക്ട്രോണിക് വീൽചെയറിൽ ഇരുന്നാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാരിന്റെ അതിദാരിദ്ര്യ വിഭാഗത്തിലുള്ളവർക്ക് കുടുംബശ്രീ CDS മുഖേന നടപ്പിലാക്കുന്ന വരുമാനദായക ഉപജീവന പദ്ധതി ഉൾപ്പെടുത്തി പെട്ടിക്കട അനുവദിച്ചത്. കുടുംബശ്രീ മിഷൻ വഴി ഉജ്ജീവനം എന്ന ഒരു പദ്ധതിയിലൂടെ ഒരു ഉപജീവന മാർഗം കണ്ടെത്തുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട ഹരിദാസിന് ഇന്നിവിടെ നമ്മളൊരു നല്ലൊരു പെട്ടിക്കട നൽകിയിരിക്കുകയാണ്. കുടുംബശ്രീ സംവിധാനം നമ്മുടെ രാജ്യത്ത് നിലവിൽ വന്നതിന് ശേഷം ഒരുപാട് പദ്ധതികളാണ് കുടുംബശ്രീ വഴി നടത്തുന്നത്. വളരെ പ്രയാസം അനുഭവിക്കുന്നവരെ അവരെ മുഖ്യധാരയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഉപജീവന മാർഗത്തിന് വേണ്ടി ഉജ്ജീവനം എന്ന ഒരു പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത്. ചടങ്ങിന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് അധ്യക്ഷയായി. സ്ഥിരം സമിതി അധ്യക്ഷരായ സുമന സുഗതൻ, ഷീജ സുരേഷ്, വാർഡ് മെമ്പർ മേഗി എലോഷ്യസ്, കുടുംബശ്രീ ചെയർപേഴ്സൺ നകുല പ്രമോദ്, പഞ്ചായത്ത് മെമ്പർ MK ജോസ്, ES സുരേഷ്, സെക്രട്ടറി KK രാധാകൃഷ്ണൻ, മെമ്പർ സെക്രട്ടറി VM ഹുസൈൻ തുടങ്ങിയവർ സംസാരിച്ചു. എക്സ്റ്റൻഷൻ ഓഫീസർ ജസ്റ്റിൻ സെബാസ്റ്റ്യൻ, കുടുംബശ്രീ വൈസ് ചെയർപേഴ്സൺ ലത ഹരിദാസ്, അക്കൌണ്ടന്റ് P ആതിര, കോർഡിനേറ്റർ ജ്യോതി തുടങ്ങിയവർ നേതൃത്വം നൽകി. TCV ന്യൂസ്, എരുമപ്പെട്ടി. ക്രിക്കറ്റ് കളിക്കിടെ ഹൃദയാഘാതം മൂലം ഒമാനിൽ കരുവന്നൂർ സ്വദേശി മരിച്ചു. മസ്കറ്റിലെ വാദി കബീറിൽ ക്രിക്കറ്റ് കളിക്കുന്നതിനിടെ ഹൃദയാഘാതം വന്ന് കരുവന്നൂർ കൂടറത്തി വീട്ടിൽ 39 വയസ്സുള്ള പ്രദീപാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസമാണ് സംഭവം. കളിസ്ഥലത്ത് വെച്ച് ശാരീരിക അസ്വസ്ഥത അനുഭവപ്പെട്ട പ്രദീപിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഗൾഫിലെ സ്വകാര്യ ജ്വല്ലറിയിലെ ജീവനക്കാരനാണ് പ്രദീപ്. മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹം തുടർ നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം നാട്ടിലെത്തിക്കും. ഭാവഗായകൻ P ജയചന്ദ്രനെ അനുസ്മരിച്ച് സംഗീത ഭാരതിയുടെ നേതൃത്വത്തിൽ മണ്ണുത്തിയിൽ ഗാനാർച്ചന നടത്തി. അനുരാഗ ഗാനം പോലെ എന്ന പേരിൽ സംഘടിപ്പിച്ച ഗാനാർച്ചനയിൽ ജയചന്ദ്രൻ ആലപിച്ച അനശ്വര ഗാനങ്ങൾ ആലപിച്ചു. സംഗീത ഭാരതി പ്രസിഡന്റ് PS അരവിന്ദാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് TR അശോക് കുമാർ, ജോയിന്റ് സെക്രട്ടറി EA ജയപ്രകാശ്, ട്രഷറർ KR സുനിൽകുമാർ തുടങ്ങിയവർ ചടങ്ങിന് നേതൃത്വം നൽകി. തൃശൂർ ജസ്റ്റിസ് ഫോറത്തിന്റെ നേതൃത്വത്തിൽ ഏഷ്യൻ കപ്പ് പഞ്ചഗുസ്തിയിൽ 2 സ്വർണം നേടിയ അഡ്വക്കേറ്റ് ജോഷി V ഫ്രാൻസിസിനെ ചേറ്റുപുഴയിൽ ആദരിച്ചു. ജസ്റ്റിസ് ഫോറം ചെയർമാനും ജില്ലാ സ്പോർട്സ് കൌൺസിൽ അംഗവുമായ PA ഹസൻ ആദരണം നിർവഹിച്ചു. ജില്ലാ മുൻ ഇൻഫർമേഷൻ ഓഫീസർ VK ഷറഫുദ്ദീൻ ജോഷി V ഫ്രാൻസിസിനെ പൊന്നാട അണിയിച്ചു. ജസ്റ്റിസ് ഫോറം സെക്രട്ടറി സുരേഷ് ബാബു, വർക്കിംഗ് ചെയർമാൻ കുഞ്ഞുമൊയ്തീൻ, ബാബു MA, ജനീന്ദ്രൻ, ഗോപി മനോഹർ തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും വർദ്ധിച്ചു. തുടർച്ചയായ 5ാം ദിവസമാണ് വില കൂടുന്നത്. പവന് 200 രൂപ ഉയർന്ന് 58,720 രൂപയായി. ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിലയിലാണ് സ്വർണ്ണവില. ഗ്രാമിന് 25 രൂപയാണ് വർദ്ധിച്ചത്. 7,340 രൂപയാണ് 1 ഗ്രാം സ്വർണ്ണത്തിന്റെ വില. ഈ മാസത്തിന്റെ തുടക്കത്തിൽ 57,200 രൂപയായിരുന്നു 1 പവൻ സ്വർണ്ണത്തിന്റെ വില. 2 ആഴ്ച കൊണ്ട് 1,500 രൂപയിലേറെ വർധനയാണ് ഉണ്ടായിട്ടുള്ളത്. വരാക്കര ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവം ഭക്തിസാന്ദ്രമായി. രാവിലെ ക്ഷേത്ര ചടങ്ങുകൾക്ക് ശേഷം 20 ഗജവീരന്മാരെ അണിനിരത്തി എഴുന്നള്ളിപ്പ് നടന്നു. കൊമ്പൻ ഊട്ടോളി അനന്തൻ ഭഗവതിയുടെ തിടമ്പേറ്റി. കീനൂർ അനുഷ്ഠാന കലാക്ഷേത്രത്തിന്റെ നേതൃത്വത്തിൽ 100-ലേറെ കലാകാരന്മാർ പങ്കെടുത്ത പഞ്ചാരിമേളത്തിന് കിഴക്കൂട്ട് അനിയന്മാരാർ പ്രമാണികനായി. തുടർന്ന് 20 പൂരസെറ്റ് കരയോഗങ്ങളുടെ നേതൃത്വത്തിൽ കാവടി വരവ് ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. ഉച്ചയ്ക്ക് ആയിരക്കണക്കിന് പേർക്ക് അന്നദാനം നടത്തി. ഉച്ചതിരിഞ്ഞ് നടന്ന കാഴ്ച ശിവരിക്ക് ചേരാനെല്ലൂർ ശങ്കരൻകുട്ടിമാരാരുടെ പാണ്ടിമേളം അകമ്പടിയായി. തുടർന്ന് വരാക്കര ദേശത്തെ നന്ദിക്കര സാംഭവരുടെ പന്തൽ വരവ് ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. ദീപാരാധനയ്ക്ക് ശേഷം തായമ്പകം നടന്നു. ചൊവ്വാഴ്ച രാവിലെ നടക്കുന്ന ആറാട്ടോടുകൂടി പൂരം സമാപിക്കും. ക്ഷേത്രതന്ത്രി ഡോക്ടർ വിജയൻ കരുമാത്ര, മേൽശാന്തി CS വത്സൻ എന്നിവർ ക്ഷേത്ര ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രയോഗം ഭാരവാഹികളായ MV വിജയൻ, ME സുരേഷ്, VK സുനിൽകുമാർ, ഭാഗ്യവതി ചന്ദ്രൻ, CR ബാബുരാജ്, NR വിജയൻ, CR ആര്യൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. കുന്നുകുളം പാറയമ്പാടം ചൊവ്വന്നൂരിൽ
നിയന്ത്രണം വിട്ട കാർ പാടത്തേക്ക് മറിഞ്ഞു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. രാവിലെയാണ് പ്രദേശവാസികൾ കാർ അപകടത്തിൽപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. കുന്നംകുളം പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു. ചീങ്കണ്ണികൾ നിറഞ്ഞ് ചാലക്കുടി പുഴ. ചീങ്കണ്ണികൾ ഇപ്പോൾ പുഴയിൽ സർവ്വസാധാരണ. അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന് താഴെ വെറ്റിലപ്പാറ വരെ ചെറുതും വലുതുമായ നിരവധി ചീങ്കണ്ണികളെയാണ് കണ്ടുവരുന്നത്. വെറ്റിലപ്പാറയിലെ പുഴയോരത്തെ തോട്ടിൽ കഴിഞ്ഞ ദിവസം മുട്ട വിരിഞ്ഞ് പുറത്തു വരുന്ന നിരവധി ചീങ്കണ്ണി കുഞ്ഞുങ്ങളെ കണ്ടിരുന്നു. പുഴയിലെ അമിതമായ മത്സ്യങ്ങളുടെ സാമീപ്യമാണ് ചീങ്കണ്ണികൾക്ക് സുഗമമായ വാസത്തിന് അനുയോജ്യമാകുന്നത്. വൈവിധ്യമായ മത്സ്യക്കലവറയാണ് ചാലക്കുടി പുഴ. ഇതിനു പുറമെ വളർത്തു മത്സ്യങ്ങളും പെരുകുന്നു. മത്സ്യം വളർത്തൽ പദ്ധതിയുടെ ഭാഗമായി ഡാമുകളിൽ വർഷം തോറും ആയിരക്കണക്കിന് മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കുന്നുണ്ട്. ഇവയെല്ലാം വലുതായി താഴേക്ക് ഒഴുകിയെത്തുമ്പോൾ ചീങ്കണ്ണികൾക്ക് ഇഷ്ടഭോജനവുമാകുന്നു. വെറ്റിലപ്പാറയിലെ വിവിധ കടവുകളിൽ പാറപ്പുറത്ത് വെയിൽ കൊള്ളാൻ കിടക്കുന്ന വലിയ ചീങ്കണ്ണികളെ കാണാം. ആദ്യകാലങ്ങളിൽ പരിസരവാസികൾ സ്ഥിരമായി പുഴയിൽ കുളിക്കുകയും മത്സ്യം പിടിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ പുഴക്കടവുകൾ ആളുകൾ ഉപേക്ഷിച്ച മട്ടാണ്. മത്സ്യം പിടിക്കലും വിരളമാണ്. ഇതെല്ലാം ചീങ്കണ്ണികളുടെ ആവാസ വ്യവസ്ഥയ്ക്ക് അനുകൂല ഘടകങ്ങളായി മാറുകയാണ്. ചാലക്കുടി പുഴയിൽ കണ്ടുവരുന്ന ചീങ്കണ്ണികൾ അപകടകാരികളല്ലെന്നാണ് വനപാലകർ ചൂണ്ടിക്കാട്ടുന്നത്. ഇതുവരെയും ഇവ ആളുകളെ ഉപദ്രവിച്ച വിവരമില്ല. എങ്കിലും വായും പിളർത്തിയുള്ള ഇവയുടെ പാറപ്പുറത്തെ കിടപ്പ് ജനങ്ങളെ ഭീതിയിലാഴ്ത്തുകയാണ്. TCV ന്യൂസ്, ചാലക്കുടി. തൃശൂർ ജില്ലയിലെ 500ാമത് കെ സ്റ്റോറിന്റെ ഉദ്ഘാടനം പുത്തൂർ സുവോളജിക്കൽ പാർക്കിന് സമീപം സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് GR അനിൽ നിർവഹിച്ചു. റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ അധ്യക്ഷത വഹിച്ചു. തൃശൂർ താലൂക്കിലെ 357 നമ്പർ റേഷൻ കടയാണ് കെ സ്റ്റോറായി മാറിയത്. റേഷൻ കട മുഖേന ആദിവാസി നഗരങ്ങളിലേക്ക് നേരിട്ടെത്തിക്കുന്ന പുതിയ പദ്ധതിയുടെ ഫ്ളാഗ് ഓഫും മന്ത്രി അനിൽകുമാർ നിർവഹിച്ചു. പി ബാലചന്ദ്രൻ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് എന്നിവർ വിശിഷ്ടാതിഥികളായി. ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KR രവി, പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ, പൊതുവിതരണ ഉപഭോക്തൃകാര്യ കമ്മീഷണർ മുകുന്ദ് ഠാക്കൂർ, ജില്ലാ സപ്ലൈ ഓഫീസർ PR ജയചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ജനപ്രതിനിധികൾ, സിവിൽ സപ്ലൈസ് ഉദ്യോഗസ്ഥർ, റേഷൻ വ്യാപാരികൾ തുടങ്ങിയവർ പങ്കെടുത്തു. കേരളത്തിന് പുറത്ത് തമിഴ്നാട്, പോണ്ടിച്ചേരി അല്ലെങ്കിൽ മറ്റ് സ്റ്റേറ്റുകളിലോട്ട് പോയാൽ പരിമിതമായ ആളുകൾക്ക് മാത്രമാണ് പൊതുവിതരണ കേന്ദ്രങ്ങളുമായിട്ടുള്ള ബന്ധമുള്ളൂ. ഇവിടെ നമ്മുടെ ജനസംഖ്യയിൽ 1,54,00,000 ആളുകൾക്ക് മാത്രമാണ്, 45% കുടുംബങ്ങൾക്ക് മാത്രമാണ് കേന്ദ്ര ഗവൺമെന്റ് ഭക്ഷ്യധാന്യം നൽകുന്നത്. ബാക്കി ആളുകൾക്ക് മേലൂരിലെ യുവ എഴുത്തുകാരി ജീഷ്മ കൃഷ്ണന്റെ ആദ്യ നോവലായ വിത്ത് പ്രകാശനം ചെയ്തു. സിനിമാ സംവിധായകനും എഴുത്തുകാരനുമായ റഷീദ് പാറയ്ക്കൽ സംഗീത സംവിധായകൻ മണികണ്ഠൻ അയ്യപ്പന് പുസ്തകം നൽകി പ്രകാശനം നിർവഹിച്ചു. ഗ്രാസ്വേ പ്രസിഡന്റ് രാം പാണ്ഡെ ചടങ്ങിന് അധ്യക്ഷനായി. വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി, സാഹിത്യകാരൻ ഡോക്ടർ CF ജോൺ ജോഫി, അധ്യാപകൻ സുരേഷ് ബാബു തുടങ്ങിയവർ പങ്കെടുത്തു. 2 കുന്നുകൾക്ക് ഇരുപുറവുമുള്ള 2 ദേശങ്ങളിൽ നെല്ലും വിത്തും പ്രധാന കഥാപാത്രങ്ങളാകുന്ന നോവലാണ് വിത്ത്. പുസ്തകത്തിന്റെ കവർ ചിത്രം സജിത് കുമ്പനാടും ഉള്ളടക്കത്തിലെ ചിത്രങ്ങൾ വിഷ്ണു വേലൂരുമാണ് വരച്ചത്. കൃഷ്ണയുടെ ഈ മനോഹരമായ നോവൽ പ്രസിദ്ധീകരിച്ച അല്ലെങ്കിൽ പ്രകാശനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് എങ്ങനെ പറയണമെന്നറിയില്ല. ബേസ് ചെയ്ത് നിലനിൽക്കുന്ന വ്യക്തിത്വമാണ്. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിലെ കടവലൂർ പാടത്ത് തകർന്നു കിടന്നിരുന്ന റോഡിലെ കുഴിയടച്ചു. മലപ്പുറം ഭാഗത്തുനിന്ന് തൃശൂരിലേക്ക് പ്രവേശിക്കുന്ന റോഡിന്റെ മധ്യഭാഗത്താണ് 6 മാസങ്ങൾക്ക് മുൻപ് ചെറിയ കുഴി രൂപപ്പെട്ടത്. പിന്നീട് ഇത് വലിയ ഗർത്തമായി മാറുകയായിരുന്നു. ഏറെ വാഹനത്തിരക്കുള്ള സംസ്ഥാന പാതയിലെ തകർന്ന റോഡിന്റെ അവസ്ഥ TCV റിപ്പോർട്ട് ചെയ്തിരുന്നു. ചെറുതും വലുതുമായ നിരവധി അപകടങ്ങളാണ് ഇവിടെ ദിനംപ്രതി നടന്നിരുന്നത്. ഇരുചക്ര യാത്രികരാണ് ഇവിടെ ഏറ്റവും കൂടുതൽ അപകടത്തിൽപ്പെട്ടിരുന്നത്. ബേക്കറി പലഹാരങ്ങൾ ഉണ്ടാക്കുന്നതിനായി അരിമ്പൂർ പഞ്ചായത്ത് വനിതകൾക്ക് നൽകിവന്ന പരിശീലനം പൂർത്തിയായി. 20 ദിവസത്തെ പരിശീലനത്തിന്റെ ഭാഗമായത് 34 വനിതകൾ. അരിമ്പൂർ, മണലൂർ പഞ്ചായത്തുകളിലെ 34 വനിതകളാണ് പരിശീലനം പൂർത്തിയാക്കിയത്. കുടുംബശ്രീ ജില്ലാ മിഷന്റെ മേൽനോട്ടത്തിൽ ഷെഫ് രാജിയുടെ നേതൃത്വത്തിലായിരുന്നു 20 ദിവസത്തെ പരിശീലനം. നിർമ്മൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സഹകരണത്തോടെയാണ് പരിശീലനത്തിന് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കിയത്. പരിശീലനം നേടിയവരെല്ലാം സംരംഭകത്വ രജിസ്ട്രേഷനും എടുത്തു കഴിഞ്ഞു. ഞങ്ങൾക്ക് സംരംഭം ചെയ്യാനും അതിന് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനുമുള്ള കഴിവ് ഞങ്ങൾക്കിപ്പോൾ ഉണ്ടെന്ന് ഉള്ള ബോധ്യം ഞങ്ങൾക്കിപ്പോൾ ഉണ്ട്. അതിൻ്റെ ഒരു ട്രയലാണ് ഇന്നിവിടെ നടന്നത്. ഞങ്ങൾക്ക് പഞ്ചായത്തിൻ്റെ എല്ലാ സപ്പോർട്ടും കൂടി ഞങ്ങളത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. നാടൻ ബേക്കറി വിഭവങ്ങൾ മുതൽ
കട്ട്ലറ്റ്, പ്ലം കേക്ക് തുടങ്ങി നോർത്ത് ഇന്ത്യൻ വിഭവങ്ങളായ നാൻ കടായി, ബാലുഷാഹി, നമക് പാര എന്നിങ്ങനെ 50 വിഭവങ്ങൾ തയ്യാറാക്കാനാണ് ഇവർ പരിശീലനം നേടിയത്. ഇവർ നിർമ്മിക്കുന്ന ബേക്കറി പലഹാരങ്ങൾ കടകളിൽ നേരിട്ടും കുടുംബശ്രീ ഷോപ്പി വഴി വീട് വീടാന്തരവും വിൽപ്പന നടത്താനാണ് ലക്ഷ്യമിടുന്നത്. 34 കുട്ടികളെ നമ്മൾ ഫുഡ് ബേസ് ചെയ്തുള്ള ട്രെയിനിങ് കൊടുത്തിരുന്നു, ബേക്കറി കൺഫെക്ഷണറി ട്രെയിനിങ് കൊടുത്തിരുന്നു. ആ ട്രെയിനിങ് ബേസ് ചെയ്ത് കുട്ടികൾ നല്ല രീതിയിൽ പഠിക്കുകയും ഇപ്പോൾ പ്രൊഡക്ഷൻ വിഭാഗത്തിലേക്ക് അവർ സെയിലും ചെയ്യുന്നുണ്ട്. ഫുഡ് പ്രൊഡക്ട്സ് ഒരുപാട് സെയിൽ ചെയ്യുന്നുണ്ട്. ഇവിടെ പഞ്ചായത്തും കുടുംബശ്രീയും ഒത്തുചേർന്ന് അവർക്ക് ബിസിനസ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ചെയ്തു കൊടുക്കുന്നു. പരിശീലനത്തിന്റെ സമാപന ചടങ്ങ് അരിമ്പൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CG സജീഷ് ഉദ്ഘാടനം ചെയ്തു. അരിമ്പൂർ കുടുംബശ്രീ വൈസ് ചെയർപേഴ്സൺ ശോഭ സുരേഷ്, മണലൂർ ചെയർപേഴ്സൺ ഗിരിജ, നിർമ്മൽ ചാരിറ്റബിൾ സൊസൈറ്റി സെക്രട്ടറി സുമിഷ വിനു, അരിമ്പൂർ പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ കവിത, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശോഭ ഷാജി തുടങ്ങിയവർ പങ്കെടുത്തു. TCV ന്യൂസ്, തൃശൂർ. തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രനടയിൽ വർഷം തോറും നടത്തിവരാറുള്ള അയ്യപ്പൻ വിളക്ക് മഹോത്സവം ഭക്തിസാന്ദ്രമായി. തൃപ്രയാർ പാണ്ടൻകുളങ്ങര ക്ഷേത്രത്തിൽ നിന്നും താളവാദ്യങ്ങളോടുകൂടി തൃപ്രയാർ ക്ഷേത്ര പരിസരത്തേക്ക് പാലക്കൊമ്പെഴുന്നള്ളിപ്പ് നടന്നു. തുടർന്ന് ഉടുക്കുപാട്ട്, നാഗസ്വരം, ആറാട്ടുപുഴ കിയത്ത് കോരനാശാന്റെ നേതൃത്വത്തിലുള്ള ശാസ്താംപാട്ട് സംഘത്തിന്റെ വിളക്ക് സെറ്റ്, പാൽക്കണ്ടി എഴുന്നള്ളിപ്പ്, ആഴിപൂജ, ഗുരുതി പൂജ എന്നിവ നടന്നു. MT വാസുദേവൻ നായരുടെ ചലച്ചിത്ര ലോകവും കഥാപാത്രങ്ങളും ഇതിൽ വിരിഞ്ഞ MT ചിത്രം ചലച്ചിത്രം എന്ന പരിപാടി ശ്രദ്ധേയമായി. വെളക്കാട്ടുപാടം ദേവസൂര്യ കലാവേദിയും ജനകീയ ചലച്ചിത്രവേദിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ദേവസൂര്യ ഗ്രാമീണ ചലച്ചിത്രോത്സവ ദശാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി ഗുരുവായൂർ ചിത്രകൂട്ടിന്റെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. 18ഓളം കലാകാരന്മാർ തത്സമയമൊരുക്കിയ ചിത്രകലാവിരുന്നും ഗാനാഞ്ജലിയും MTക്കുള്ള സ്മരണാഞ്ജലിയായി. നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ കലാകാരന്മാർ MTയുടെ കഥാപാത്രങ്ങൾ ക്യാൻവാസിൽ നിറം പകർന്നു. പാവറട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് MM റജീന പരിപാടി ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ OJ ഷാജൻ അധ്യക്ഷത വഹിച്ചു. ദേവസൂര്യ പ്രസിഡന്റ് റജി വിളക്കാട്ടുപാടം, ഫെസ്റ്റിവൽ ഡയറക്ടർ റാഫി നീലങ്കാവിൽ, ചിത്രക്കൂട്ട് ഡയറക്ടർ ജെയ്സൺ ഗുരുവായൂർ തുടങ്ങിയവർ സംസാരിച്ചു. അനധികൃതമായി മണലൂർ പഞ്ചായത്ത് ഓഫീസിന്റെ മുൻഭാഗത്ത് സ്റ്റിക്കർ വർക്ക് നടത്തിയവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് LDF അംഗങ്ങളുടെയും പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ പഞ്ചായത്ത് സെക്രട്ടറി ദീപ രമേശിനെ ഉപരോധിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നിർബന്ധപ്രകാരമാണ് യാതൊരു കേടുപാടുകളുമില്ലാത്ത പ്രവൃത്തികൾക്ക് മുകളിൽ സ്റ്റിക്കർ ഒട്ടിക്കൽ നടത്തിയത്. ഈ പ്രവൃത്തി നടത്തേണ്ടതില്ലെന്നും പഞ്ചായത്തിന് അധിക ചെലവ് വരുന്നതാണെന്നും കാണിച്ച് LDF അംഗങ്ങൾ ഒപ്പുവെച്ച പരാതി സെക്രട്ടറിക്ക് നൽകിയിരുന്നു. ഇതെല്ലാം അവഗണിച്ച് പ്രസിഡന്റ് സൈമൺ തെക്കത്തിന്റെ നേതൃത്വത്തിൽ നിർമ്മാണ ചുമതലയുള്ള അസിസ്റ്റന്റ് എഞ്ചിനീയർ ഓഫീസ് പുനരുദ്ധാരണ പദ്ധതി നടപ്പിലാക്കാൻ ഏറ്റെടുത്ത കോൺട്രാക്ടറോ അറിയാതെയാണ് വർക്ക് നടത്തിയത്. ഇതിൽ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് സെക്രട്ടറി പോലീസിന് പരാതി നൽകിയതോടെ 2 മണിക്കൂർ നീണ്ട ഉപരോധ സമരം LDF അവസാനിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം BN സുർജിത്ത്, പഞ്ചായത്ത് അംഗങ്ങളായ രാകേഷ് കണിയാമ്പറമ്പിൽ, ഷാനി അനിൽകുമാർ, ഷേളി റാഫി, ബിന്ദു സതീഷ്, സിമി പ്രദീപ്, സിജു പച്ചാമ്പുള്ളി, LDF കൺവീനർ MR മോഹനൻ, CPI മണ്ഡലം സെക്രട്ടറി VR മനോജ് തുടങ്ങിയവർ സമരത്തിൽ പങ്കെടുത്തു. മാള കുഴിക്കാട്ടുശ്ശേരി സാഹിതി ഗ്രാമിക MT അനുസ്മരണം നടത്തി. എഴുത്തിന്റെ വിസ്മയകാലം എന്ന പേരിൽ സംഘടിപ്പിച്ച അനുസ്മരണ പ്രഭാഷണത്തിൽ സാഹിതി ഗ്രാമിക വൈസ് ചെയർമാൻ വാസുദേവൻ പരമ്പള്ളി അധ്യക്ഷനായി. കഥാകൃത്ത് ഡോക്ടർ പ്രഭാകരൻ പഴശ്ശി, സംവിധായകൻ പ്രേംലാൽ, ഡോക്ടർ വടക്കേടത്ത് പത്മനാഭൻ തുടങ്ങിയവർ സംസാരിച്ചു. അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശം പോലെ പ്രധാനമാണ് അന്തസ്സോടെ മരിക്കുവാനുള്ള പൗരന്റെ അവകാശവും എന്ന സുപ്രീംകോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ കാരുണ്യ വെൽഫെയർ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി ലിവിംഗ് ബില്ലിനെക്കുറിച്ച് അന്തിക്കാട് സെന്ററിൽ വിശദീകരണ യോഗം സംഘടിപ്പിച്ചു. പാലിയേറ്റീവ് പ്രവർത്തകനായ ഡോക്ടർ ദിവാകരൻ ക്ലാസിന് നേതൃത്വം നൽകി. കാരുണ്യ വെൽഫെയർ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് ഡോക്ടർ പാപ്പച്ചൻ ആന്റണി അധ്യക്ഷനായി. സെക്രട്ടറി ശ്രീമുരുകൻ അന്തിക്കാട്, കൺവീനർ രാജീവൻ KG, എക്സിക്യൂട്ടീവ് മെമ്പർമാരായ റോഷി, ഷിനിൽകുമാർ, രവികുമാർ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി.
ആക്സിൽ ഒടിഞ്ഞതിനെ തുടർന്ന് ടോറസ് ലോറി കുന്നുകുളം നഗരത്തിൽ കുടുങ്ങി. പട്ടാമ്പി ഭാഗത്തു നിന്ന് കൊടുങ്ങല്ലൂർ ഭാഗത്തേക്ക് ചുവന്ന മണ്ണുമായി പോവുകയായിരുന്ന ടോറസ് ലോറിയാണ് നഗരത്തിന്റെ നാലുംകൂടി ജംഗ്ഷനിൽ കുടുങ്ങിയത്. ഇതോടെ നഗരത്തിൽ മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു. ലോറിയിൽ നിന്ന് ഓയിൽ റോഡിൽ ഒഴുകി ഗതാഗതക്കുരുക്ക് രൂക്ഷമായതിനെ തുടർന്ന് കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാന്റെ നിർദ്ദേശപ്രകാരം കുന്നംകുളം പോലീസ് നഗരത്തിൽ ഗതാഗതം നിയന്ത്രിച്ചു. ദൃശ്യ ഗുരുവായൂരിന്റെ നേതൃത്വത്തിൽ ഗായകൻ P. ജയചന്ദ്രനെ ഗുരുവായൂർ പൗരാവലി അനുസ്മരിച്ചു. നഗരസഭാ വായനശാല ഹാളിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ M. കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു. കവി റഫീഖ് അഹമ്മദ് അനുസ്മരണ പ്രഭാഷണം നടത്തി. പ്രവാസി ക്ഷേമ ബോർഡ് ചെയർമാൻ KV അബ്ദുൽ ഖാദർ, KK ഗോവിന്ദദാസ്, R. രവികുമാർ, ഗുരുവായൂർ മണികണ്ഠൻ, GK പ്രകാശൻ, BP ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. മാള കോട്ടമുറിയിൽ തമിഴ്നാട് സ്വദേശി മരിച്ച നിലയിൽ. തെങ്കാശി സ്വദേശി 64 വയസ്സുള്ള വെള്ളദുരയെയാണ് മുറിക്കുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മുറിയിൽ രക്തം പരന്നുകിടക്കുന്ന നിലയിലാണ്. കോട്ടമുറിയിൽ ആക്രിക്കടയിലെ ജീവനക്കാരനായ ഇയാൾ തനിച്ചാണ് താമസിച്ചിരുന്നത്. മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. പൊതുവിദ്യാഭ്യാസ വകുപ്പും കായിക യുവജന വകുപ്പും നടപ്പിലാക്കുന്ന ഹെൽത്തി കിഡ്സ് പദ്ധതിയുടെ ഭാഗമായുള്ള പ്രൈമറി വർണ്ണക്കൂടാരത്തിന്റെ ഉദ്ഘാടനം MP K. രാധാകൃഷ്ണൻ നിർവഹിച്ചു. ചേലക്കര പഞ്ചായത്ത് പ്രസിഡന്റ് MK പത്മജ അധ്യക്ഷയായിരുന്നു. പദ്ധതിക്കായി തെരഞ്ഞെടുക്കപ്പെട്ട 55 വിദ്യാലയങ്ങളിൽ ചേലക്കര ഗവൺമെന്റ് LP സ്കൂളും ഇടം നേടിയിരുന്നു. പദ്ധതിയുടെ ഭാഗമായി കരാട്ടയിൽ യെല്ലോ ബെൽറ്റ് നേടിയ കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റ് MP വിതരണം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷ്റഫ്, പ്രധാനാധ്യാപിക UK ലൈല, KS ഷമീർ, NJ ബിനോയ് തുടങ്ങിയവർ സംസാരിച്ചു. നമ്മുടെ ഇവിടുത്തെ ഭൗതിക സാഹചര്യങ്ങൾ ഏറ്റവും ഫലപ്രദമായി. എരുമപ്പെട്ടി റീച്ച് ഫോർ ദി സ്റ്റാർസിന്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ സേനകളിലേക്ക് പ്രവേശനം നേടാൻ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്കായി സൗജന്യ പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു. വ്യോമസേന റിട്ടയർഡ് ഗ്രൂപ്പ് ക്യാപ്റ്റൻ VPS ബാബു കുട്ടികളുമായി അനുഭവങ്ങൾ പങ്കുവച്ചു. വിവിധ മേഖലകളിൽ നേട്ടങ്ങൾ കൈവരിച്ചവരെ ചടങ്ങിൽ അനുമോദിച്ചു. ഐശ്വര്യ, അനുശ്രീ, ആൻഡ്രോസ്, ജൂഡിത്ത്, ഷിഫ്ന ഷെറിൻ എന്നിവരെയും എരുമപ്പെട്ടി നിർമ്മല സ്കൂൾ ബാൻഡ് ടീമിനെയുമാണ് അനുമോദിച്ചത്. എരുമപ്പെട്ടി ഫൊറോന വികാരി ഫാദർ ജോഷി ആളൂർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. റീച്ച് ഫോർ ദി സ്റ്റാർ ചീഫ് കോർഡിനേറ്റർ മേജർ KP ജോസഫ് അധ്യക്ഷനായി. നിർധന കുടുംബത്തിനുള്ള ധനസഹായം മാധ്യമപ്രവർത്തകൻ റഷീദ് എരുമപ്പെട്ടി ഏറ്റുവാങ്ങി. കോർഡിനേറ്റർ ലയ, അസിസ്റ്റന്റ്മാരായ ആഷ്ന റോസ്, ദിയ എന്നിവർ നേതൃത്വം നൽകി. പിന്നെ വേറെ കാര്യം എന്താ വെച്ചാൽ വെരി റോബസ്റ്റ് എക്കോണമി അവർക്കും ഇതുപോലെ പിന്നെ അവർക്ക് കുറച്ചുകൂടെ. കേരള ജേർണലിസ്റ്റ് യൂണിയൻ ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾക്കുള്ള സ്വീകരണ പരിപാടിയായ ആദരം ചേലക്കര ഗ്രാമീണ വായനശാല ഹാളിൽ നടന്നു. K. രാധാകൃഷ്ണൻ MP ഉദ്ഘാടനം നിർവഹിച്ചു. KJU ചേലക്കര മേഖലാ പ്രസിഡന്റ് OSCB അധ്യക്ഷത വഹിച്ചു. KJU തൃശൂർ ജില്ലാ പ്രസിഡന്റ് TG സുന്ദർലാൽ, ജില്ലാ സെക്രട്ടറി സ്റ്റാൻലി K. സാമുവൽ, ജില്ലാ ട്രഷറർ NP ഉദയകുമാർ, ജില്ലാ വൈസ് പ്രസിഡന്റ് മണി ചെറുതുരുത്തി, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം TB മൊയ്തീൻകുട്ടി എന്നിവരെ പൊന്നാട അണിയിച്ച് MP ആദരിച്ചു. KJU സംസ്ഥാന കമ്മിറ്റി അംഗം അജീഷ് കർക്കിടകത്ത് മുഖ്യപ്രഭാഷണം നടത്തി. KJU ദേശീയ സമിതി അംഗവും സംസ്ഥാന കമ്മിറ്റി അംഗവുമായ ജോസ് താടിക്കാരൻ, KJU ചേലക്കര മേഖലാ സെക്രട്ടറി സജി ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. ചാലക്കുടി നഗരസഭ ആറാട്ടുകടവ് വാർഡിലെ ലിഫ്റ്റ് ഇറിഗേഷൻ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ തരിച്ചുകിടക്കുന്ന പറമ്പുകൾ ഏറ്റെടുത്ത് വാഴകൃഷി ചെയ്യുന്ന പദ്ധതിക്ക് തുടക്കമായി. തരിശുരഹിത ചാലക്കുടിയുടെ ഭാഗമായി നടത്തുന്ന വാഴകൃഷിയുടെ ഉദ്ഘാടനം MLA സനീഷ് കുമാർ ജോസഫ് നിർവഹിച്ചു. ലിഫ്റ്റ് ഇറിഗേഷൻ സമിതി പ്രസിഡന്റ് ആന്റു എരിഞ്ചേരി അധ്യക്ഷത വഹിച്ചു. ചാലക്കുടി നഗരസഭാ വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ അഡ്വക്കേറ്റ് ബിജു S. ചെറിയത്ത് മുഖ്യപ്രഭാഷണം നടത്തി. കൃഷി ഓഫീസർ തോമസ് KO, വർഗീസ് മേച്ചേരി, ജോൺ വടക്കുംപാടൻ, പോൾ T. കുര്യൻ, ബാലകൃഷ്ണൻ പനങ്ങാട്ടുകര, മധുസൂദനൻ C. ബിൽസൺ, ശ്രീകുമാർ ചാലക്കുടി തുടങ്ങിയവർ സംസാരിച്ചു. മണലൂർ അയ്യപ്പൻകാവ് ക്ഷേത്രത്തിലെ ഉത്സവത്തിന് കൊടിയേറി. ക്ഷേത്രം തന്ത്രിമാരായ വടക്കേടത്ത് താമരപ്പള്ളിമന ദാമോദരൻ നമ്പൂതിരി, കല്ലേലി താമരപ്പള്ളിമന ദാമോദരൻ നമ്പൂതിരി, ക്ഷേത്ര മേൽശാന്തി രാഘവേന്ദ്രാചാര്യ എന്നിവർ കൊടിയേറ്റ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. പ്രധാന ഉത്സവമായ ഭഗവാന്റെ പള്ളിവേട്ട ആഘോഷം ജനുവരി 18-ാം തീയതി ശനിയാഴ്ച നടത്തും. 5 ഗജവീരന്മാർ എഴുന്നള്ളിപ്പിൽ അണിനിരക്കും. പ്രശസ്ത വാദ്യകലാകാരന്മാർ പങ്കെടുക്കുന്ന പഞ്ചാരിമേളം, പഞ്ചവാദ്യം, പാണ്ടിമേളം എന്നിവ ഉണ്ടാകും. ജനുവരി 19-ാം തീയതി രാവിലെ ക്ഷേത്രകുളത്തിൽ ശാസ്താവിന്റെ ആറാട്ടുമുണ്ടായിരിക്കുമെന്ന് ഉത്സവാഘോഷ കമ്മിറ്റി അംഗങ്ങൾ അറിയിച്ചു.
കണ്ടശങ്കടവ് സെന്റ് മേരീസ് ഫൊറോന പള്ളിയിൽ വിശുദ്ധ സെബാസ്റ്റ്യനോസ് സഹതായുടെ തിരുനാളിനോടനുബന്ധിച്ചുള്ള ദീപാലങ്കാര സ്വിച്ച് ഓൺ കർമ്മം തൃശൂർ അതിരൂപത ചാൻസലർ ഫാദർ ഡൊമിനിക് തലക്കോടൻ നിർവഹിച്ചു. ഞായറാഴ്ച രാവിലെ നടത്തിയ വിശുദ്ധ കുർബാനയ്ക്ക് തൃശൂർ അതിരൂപത വികാരി ജനറൽ ജോസ് കോനിക്കര നേതൃത്വം നൽകി. തുടർന്ന് അമ്പുവഞ്ചിരിപ്പ്, പ്രസൂതേന്തി വാഴ്ച എന്നിവ ഉണ്ടായി. വൈകിട്ട് നടത്തിയ കുർബാനയ്ക്ക് തൃശൂർ അതിരൂപത വികാരി ജനറൽ ജോസ് വെള്ളൂരൻ മുഖ്യ കാർമ്മികനായി. തുടർന്ന് കൂടുതുറക്കൽ കർമ്മവും ഉണ്ടായിരുന്നു. വികാരി ഫാദർ ജോസ് ചാലക്കൽ, അസിസ്റ്റന്റ് വികാരി ഫാദർ നിതിൻ പൊന്നാരി, ട്രസ്റ്റിമാരായ ജെയ്സൺ പോൾ, ജോസഫ് അറക്കൽ, ബൈജു ജോർജ്, ജിൻഡോ ചാലിശ്ശേരി തുടങ്ങിയവർ നേതൃത്വം നൽകി. കാഞ്ഞാണി സെന്റ് തോമസ് ദേവാലയത്തിലെ വിശുദ്ധ സെബാസ്റ്റ്യനോസിന്റെ തിരുനാൾ ഭക്തി നിർഭരമായി. തിരുനാൾ ദിവസമായ ജനുവരി 12-ാം തീയതി ഞായറാഴ്ച രാവിലെ നടത്തിയ ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് ഫാദർ ഡിൻഡോ മുറ്റിച്ചൂക്കാരൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ജോസഫ് കണ്ണനായ്ക്കൽ സഹകാർമ്മികനായി. ഫാദർ ജിയാൻഡോ മഞ്ഞൂരാൻ തിരുനാൾ സന്ദേശവും നൽകി. വൈകിട്ട് വിശുദ്ധ കുർബാനയും തുടർന്ന് തിരുനാൾ പ്രദക്ഷിണവും ഉണ്ടായിരുന്നു. തിങ്കളാഴ്ച മരിച്ചവരെ അനുസ്മരിച്ച് വിശുദ്ധ കുർബാനയും നടത്തി. വികാരി ഫാദർ ദാവീദ് വിധേയത്തിൽ, തിരുനാൾ ജനറൽ കൺവീനർ ടി ഡി ജോസ്, കൈക്കാരന്മാരായ വർഗീസ് ചാലക്കൽ, എ പി റോബി, നവീൻ തോമസ്, ട്രഷറർ ഫ്രാൻസിസ് ചാലക്കൽ, സെക്രട്ടറി ജിജി ജോൺസൺ, ജോസഫ് മാങ്ങൻ, അഡ്വക്കേറ്റ് സന്തോഷ് മുണ്ടുംപാല തുടങ്ങിയവർ നേതൃത്വം നൽകി. പലസ്തീൻ ഐക്യദാർഢ്യ സമിതിയുടെ നേതൃത്വത്തിൽ കാളത്തോട് പുളിപ്പറമ്പ് സെന്ററിൽ എല്ലാ വെള്ളിയാഴ്ചയും നടത്തിവരുന്ന ഐക്യദാർഢ്യ പരിപാടി ഒരു വർഷം തികയുന്നതിന്റെ ഭാഗമായി ബഹുജന ഐക്യദാർഢ്യ സംഗമം നടന്നു. NAPM സംസ്ഥാന കൺവീനർ പ്രൊഫസർ കുസുമൻ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ഐക്യദാർഢ്യ സമിതി കോർഡിനേറ്റർ കെ ശിവരാമൻ അധ്യക്ഷത വഹിച്ചു. ഉമേറ റഫീഖ്, TK വാസു, KV പുരുഷോത്തമൻ, KA ഹാറൂൺ റഷീദ്, PJ മോൻസി, K ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. വാണിജ്യം. പതിനഞ്ച് വർഷമായി തൃശൂർ ആസ്ഥാനമായി പ്രവർത്തിച്ചു വരുന്ന പ്രമുഖ ഐസ്ക്രീം ഉൽപാദന വിതരണ സ്ഥാപനമായ ഫ്രഞ്ച് ഡയറി ഐസ്ക്രീംസിന്റെ പുതിയ പ്രൊഡക്ഷൻ യൂണിറ്റ് പുന്നൂക്കരയിൽ പ്രവർത്തനം ആരംഭിച്ചു. പൊന്നൂക്കര ഭരത റോഡിൽ പൂർണ്ണമായും ഓട്ടോമാറ്റിക് സംവിധാനത്തോടെ പ്രവർത്തനം ആരംഭിച്ച ഫ്രഞ്ച് ഡയറി ഐസ്ക്രീംസിന്റെ രണ്ടാമത്തെ പുതിയ ഫാക്ടറിയുടെ ഉദ്ഘാടനം റവന്യൂ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ നിർവഹിച്ചു. KK രാമചന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ചു. തൃക്കൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് മുഖ്യാതിഥിയായിരുന്നു. ഫ്രഞ്ച് ഡയറി ഐസ്ക്രീംസിന്റെ ഏറ്റവും പുതിയ പ്രോഡക്റ്റായ ഈജിപ്ഷ്യൻ കുനാഫ് ഐസ്ക്രീമിന്റെ ലോഞ്ചിംഗ് മന്ത്രിയും MLAയും പഞ്ചായത്ത് പ്രസിഡന്റും ഫ്രഞ്ച് ഡയറി ഐസ്ക്രീം സാരഥികളും ചേർന്ന് നിർവഹിച്ചു. ഫ്രഞ്ച് ഡയറി ഐസ്ക്രീംസിന്റെ മാനേജിംഗ് പാർട്ണർ സജി ജോർജ്, ഡയറക്ടർമാരായ PA ജോൺസൺ, VA ജോളി, വാർഡ് മെമ്പർ മോഹനൻ തൊഴുക്കാട്ട്, ലിൻഡോ, വ്യാപാരി വ്യവസായി യൂണിറ്റ് പ്രസിഡന്റ് KV ചന്ദ്രഹാസൻ, ഡിസ്ട്രിബ്യൂട്ടർ പ്രതിനിധി ജെറി K ജോസ് തെക്കേൽ തുടങ്ങിയവർ സംസാരിച്ചു. കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ, പ്രദേശവാസികൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ഇറ്റാലിയൻ ടെക്നോളജി ഉപയോഗിച്ച് നിർമ്മിക്കുന്ന യോഗട്ട് ഐസ്ക്രീം പിസ്ത, പുതിയതായി വിപണിയിലിറക്കിയ ഈജിപ്ഷ്യൻ കുനാഫ് ഐസ്ക്രീം തുടങ്ങിയവ ഫ്രഞ്ച് ഡയറി ഐസ്ക്രീംസിന്റെ സ്പെഷ്യൽ പ്രോഡക്റ്റുകളാണ്. കേരളത്തിന് പുറമെ തമിഴ്നാട്, കർണാടക എന്നിവിടങ്ങളിലും ഫ്രഞ്ച് ഡയറി ഐസ്ക്രീംസിന് വൻ വിപണന ശൃംഖലകളാണുള്ളത്. കൂടാതെ ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളിൽ നടക്കുന്ന ആഘോഷവേളകളിലും ഏറ്റവും അത്യാധുനിക സാങ്കേതിക മികവോടെ നിർമ്മിക്കുന്ന ഫ്രഞ്ച് ഡയറി ഐസ്ക്രീംസിന്റെ സജീവ സാന്നിധ്യവുമുണ്ട്. സ്വർണ്ണ, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7300 രൂപ, പവന് 58,400 രൂപ. വെള്ളി ഗ്രാമിന് 98 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3304 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. ചിദാം റിസർവോയറിൽ വീണ അപകടത്തിൽ മരണം 2. പട്ടിക്കാട് സ്വദേശിനികളായ അലീന, ആൻഗ്രേസ് എന്നിവരാണ് മരിച്ചത്. ചികിത്സയിലുള്ള 2 പേരിൽ ഒരാളുടെ നില ഗുരുതരമെന്ന് മെഡിക്കൽ ബുള്ളറ്റിൻ.
റഷ്യൻ കൂലിപ്പട്ടാളത്തിലകപ്പെട്ട തൃശൂർ സ്വദേശി മരിച്ചു. യുദ്ധമുഖത്ത് കുടുങ്ങി വെടിയേറ്റ കുട്ടനല്ലൂർ സ്വദേശി ബിനിലാണ് മരിച്ചത്. മരണം സ്ഥിരീകരിച്ച് എംബസി. മാള കുരുവിലശ്ശേരിയിൽ കാപ്പ കേസ് പ്രതി അയൽവാസി അടിച്ചു കൊലപ്പെടുത്തി. ചക്കാട്ടി തോമ എന്ന പഞ്ഞിക്കാരൻ തോമസാണ് മരിച്ചത്. പ്രതി പ്രമോദ് പോലീസ് കസ്റ്റഡിയിൽ. ഗുരുവായൂർ ദേവസ്വത്തിന്റെ മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് കേന്ദ്രത്തിന്റെ ശുചിമുറി മാലിന്യം പുറത്തേക്ക് ഒഴുക്കുന്നത് ഭക്തരെ ദുരിതത്തിലാക്കുന്നു. മാലിന്യ പ്രശ്നം പരിഹരിക്കാൻ നടപടി സ്വീകരിക്കാത്ത ദേവസ്വത്തിനെതിരെ പ്രതിഷേധം ശക്തം. ജില്ലയിൽ കാട്ടുമൃഗങ്ങളുടെ ശല്യം രൂക്ഷം. അകമലയിൽ കാട്ടാനകൾ ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. പുതുക്കാട് കൊരട്ടിപ്പാടത്ത് കാട്ടുപന്നികൾ കൊയ്ത്തിന്റെ ഭാഗമായി നെൽകൃഷി നശിപ്പിച്ചു. ജില്ലയിൽ വിവിധയിടങ്ങളിലായി നടന്ന അപകടങ്ങളിൽ 8 പേർക്ക് പരിക്ക്. ഒരു കുട്ടിയുടെ നില ഗുരുതരം. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.